ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ സമൂഹത്തിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട് നമ്മുടെ കുടുംബത്തിനടുത്ത് പറയും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക, എന്തെങ്കിലും നല്ല സജഷൻസ് വന്നാൽ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ചുമതല നമ്മളെ ഏൽപ്പിച്ച പോലെ നമുക്ക് തോന്നിയത്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് പാർട്ടി നോക്കുന്നത്, ജയസാധ്യതയുള്ള. അപ്പോൾ ഇപ്പോൾ അവിടെ നിൽക്കുന്ന ശ്രീമതി ശ്രീലേഖ, അവരാണ് എന്നേക്കാൾ ബെറ്റർ സ്ഥാനാർത്ഥി എന്നാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ പാർട്ടിക്ക് എന്താ ചെയ്യേണ്ടത്? പാർട്ടി വിജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ അവസാനമായിട്ട് എല്ലാ പ്രവർത്തകരും. നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചേക്ക്. നമസ്കാരം. മറുനാടനൊപ്പം ഉള്ളത് നടനും BJP നേതാവുമായ കൃഷ്ണകുമാറാണ്. സാർ നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് മോദിയോടൊപ്പമുള്ളൊരു മോദിയുടെ ഔദ്യോഗിക വസതിയിലുള്ള ഒരു സന്ദർശനം കുടുംബവുമൊത്ത്. എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു കാരണം? എന്താണ് അത്തരത്തിലൊരു സന്ദർശനത്തിനുള്ള കാരണം? അല്ല, അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ സന്ദർശിക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ലല്ലോ. നമ്മൾ സാധാരണ പ്രവർത്തകൻ മാത്രമല്ലേ. അത് വലിയൊരു അനുഗ്രഹമാണ് ജീവിതത്തിൽ, വലിയൊരു അവസരം ദൈവം തന്നാണ്. അവിടെ നിന്ന് നമുക്കൊരു ക്ഷണം വരുന്നു, അതും കുടുംബത്തോടെ ചെല്ലാനൊരു ക്ഷണം കിട്ടുന്നു. മേ ബി നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവിടെ നമ്മൾ പോകുമ്പോഴും നമ്മളും മനസ്സിൽ കരുതിയിരുന്നു, നമ്മൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് എന്തെങ്കിലും പങ്കാളിയാവാൻ പറ്റുമോ. അവരും അതുതന്നെയാണ് പറഞ്ഞത്. ഏതൊക്കെ രീതിയിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്കും മറ്റു കാര്യങ്ങളും സർക്കാർ കേന്ദ്രത്തിൻ്റെയൊക്കെ പദ്ധതിയുണ്ട്, ഇതെല്ലാം ജനങ്ങളിലോട്ട് എത്തിക്കാൻ നമ്മളെ കൊണ്ടും സഹായകമാകുമോ. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ് ഏത് രീതിയിലും കൂടെ ഒന്ന് സഹായിക്കാമെന്നുള്ളൂ. ഇതൊക്കെയായിരുന്നു ചർച്ചയുടെ പ്രധാന സംഭവം. അതായത് കൃഷ്ണകുമാർജിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കണ്ടിട്ടാണോ, അങ്ങനെയാണോ വിളിച്ചത്? അല്ല, അങ്ങനെ നമ്മളെ പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ എല്ലാവരും സോഷ്യൽ മീഡിയക്കകത്ത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ സമൂഹത്തിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഇപ്പം തന്നെ മകൾ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ രാജ്യത്ത് നമ്മളെല്ലാവരും റോഡുകളിൽ തുപ്പുന്ന സംഭവത്തെപ്പറ്റി ഒരു ചെറിയ വിഷയം പറഞ്ഞു. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, സർക്കാർ വേണ്ടത് ചെയ്തിട്ടും ഫലവത്താവുന്നില്ല. അപ്പോൾ അത് നിയമം കൊണ്ട് നടത്താവുന്നതല്ല, അവയർനെസ്സിന് വലിയ റോളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ജനങ്ങളിൽ നിന്ന് നല്ല സജഷൻസ് വരികയാണെങ്കിൽ അത് സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞാൽ നടപ്പാക്കാവുന്ന കാര്യങ്ങൾ നടപ്പാക്കാം. ഇത്തരം കാര്യങ്ങളാണ് നമ്മളെപ്പോഴും അവിടെ സംസാരിച്ചത്. അപ്പോൾ എനിക്കത് വളരെ സന്തോഷം തോന്നിച്ചാൽ നമുക്ക് ഒരു റോള് തരികയാണ്. അതായത് രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട് നമ്മുടെ കുടുംബത്തിനടുത്ത് പറയുന്നു നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക, എന്തെങ്കിലും നല്ല സജഷൻസ് വന്നാൽ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ചുമതല നമ്മളെ ഏൽപ്പിച്ച പോലെ നമുക്ക് തോന്നിയത്. വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി. മാത്രമല്ല, കുടുംബമായിട്ടല്ലേ പോകുന്നത്. കൊച്ചുമോനെ അദ്ദേഹം എടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ മടിയിലിരുത്തുന്നു. ഇതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും വന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങേയറ്റം സന്തോഷം. ആണോ? ഇല്ല, ഒന്നും ഇല്ല. അദ്ദേഹം അടുത്ത് എൻ്റെ ഓഫീസിലേക്ക് വന്ന ഒരു യുവ ഭാരതീയൻ, അല്ല യങ് ഇന്ത്യൻ എന്താണ് എഴുതിയിരുന്നത്. വളരെ അത് അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അത് വലിയ സന്തോഷം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുമ്പോഴത്തേക്ക് അത് വളരെ വലിയൊരു നിലയിലോട്ട് പോയി. ഞാനെപ്പോഴും ആഗ്രഹിക്കും, കാരണം നമ്മൾ ജീവിതത്തിലൊരു ഘട്ടത്തിൽ മക്കളുടെ പേരിൽ അറിയപ്പെടുന്നു, ഇനി കൊച്ചുമോൻ്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യം. ലോകം മുഴുവൻ ഇപ്പോൾ ഓമി എന്ന കൊച്ചുമകനെ എന്നാൽ ഇതൊന്നും അവനറിയുന്നുമില്ല. ഇതൊക്കെ ഒരു അനുഗ്രഹം. ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. വട്ടിയൂർക്കാവിൽ BJPയുടെ സ്ഥാനാർത്ഥി താങ്കളാകുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു നമുക്കുൾപ്പെടെ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് സ്ഥാനാർത്ഥി ആയില്ല? അല്ല, അത് സ്വാഭാവികമായിട്ടും എല്ലാ പ്രവർത്തകർക്കും എൻ്റെ മനസ്സിലാഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. ചിലപ്പോൾ നമ്മളവിടെ വർക്ക് ചെയ്തുകൊണ്ട് അവിടെയും നമ്മളെ ഇപ്പോൾ താങ്കൾ പറഞ്ഞവർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. പക്ഷെ പാർട്ടി നോക്കുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് പാർട്ടി നോക്കുന്നത്, ജയസാധ്യതയുള്ള. അപ്പോൾ ഇപ്പോൾ അവിടെ നിൽക്കുന്ന ശ്രീമതി ശ്രീലേഖ, അവരാണ് എന്നേക്കാൾ ബെറ്റർ സ്ഥാനാർത്ഥി എന്നാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പാർട്ടിയുടെ തീരുമാനം ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളങ്ങ് അനുസരിച്ചേക്കുക. നമ്മൾ പാർട്ടിക്ക് എന്താ ചെയ്യേണ്ടത്? പാർട്ടി വിജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ അവസാനമായിട്ട് എല്ലാ പ്രവർത്തകരും. നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചേക്കുക. ഇപ്പോൾ നമുക്ക് ചില ചുമതല വന്നിരിക്കുന്ന വെച്ചാൽ കേരളത്തിൽ പലയിടത്തും പ്രവർത്തിക്കാനായിട്ട് ഇവിടെ നിന്ന് പാർട്ടി നിർദ്ദേശിക്കും. എവിടെ വേണോ പോയി നമ്മൾ പ്രവർത്തിച്ചേക്കും. കാരണം ആത്യന്തികമായിട്ട് പാർട്ടി ജയിച്ചില്ലെങ്കിൽ ഒരു പ്രവർത്തകനും ഒന്നും ചെയ്യാൻ പറ്റില്ല. രാജ്യ പുരോഗതിക്ക് നമ്മുടെ പാർട്ടി ജയിക്കണമെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ പാർട്ടി ജയിപ്പിച്ചേ പറ്റൂ. അതിനായിട്ട് ഏതറ്റം വരെ നമ്മൾ പ്രവർത്തിക്കുക.